നടത്തുമ്പോൾ ഇന്നെങ്ങനെ ഫോണിൻ്റെ ഹാങ്ങിങ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാ. എത്ര GB ഉണ്ടായിട്ടും കാര്യമില്ല, ഫോണിൻ്റെ ഹാങ്ങിങ് പ്രോബ്ലം ഉണ്ടാവും. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാ. അപ്പോൾ വീഡിയോയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെൽബട്ടൺ നിൽക്കുക. നമുക്ക് വീഡിയോയിലേക്ക് എത്താം. അപ്പോൾ ആദ്യത്തെ ഹാങ്ങിങ് പോകാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓൺ ആക്കുക. അതിനുശേഷം ഓണാക്കിയ ശേഷം ഇതിപ്പോൾ നെറ്റ് ഓൺ ആക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് എടുക്കുക. ആൻഡ് സ്പീഡ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. മൂന്നാമത്തെ ഈ ആപ്ലിക്കേഷനാണ് ആൻഡ് സ്പീഡ് എന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിന് പ്രൊവേഷൻ ഉണ്ട്. പ്രൊവേഷനാണ് 100% മൂവ് ചെയ്യും. അതിന് 100 റുപ്പീസ് കൊടുക്കണം. ഇതിൻ്റെ നോർമൽ വേർഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണം ഡൗൺലോഡ്. അതിനാണെങ്കിൽ ഫ്രീ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. അതും ഡൗൺലോഡ് ഞാൻ പ്രൊവേഷനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഓഫ്ലൈനും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യുക. നെറ്റ് വേണമെന്നില്ല. ഇത് ജസ്റ്റ് ഗോയ്ക്ക് ഇനിഷ്യലൈസിങ്. എപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവും. കാലിബ്രേറ്റിംഗ്. ഇത് ഇവിടെ 100 ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ വെയിറ്റ് പറഞ്ഞ ബട്ടൺ ഞെക്കരുത്, ഫുള്ളായ ശേഷം ഞെക്കാൻ പാടുള്ളൂ. റെഡിയായി. ഓക്കെ പറഞ്ഞോട്ടെ. തന്നെ ഡു യു റിയലി വാണ്ട് ടു ക്വിറ്റ്? യെസ് നിൽക്കുക. അപ്പം നിങ്ങൾ ഇതിനകത്ത് ക്വിറ്റ് ആവും. ഇതാണ് ആദ്യത്തെ ഹാങ്ങിങ് പോകാനുള്ള ട്രിക്ക്. അപ്പോൾ രണ്ടാമത്തെ ഹാങ്ങിങ് പോകാനുള്ള ട്രിക്കിലേക്ക് കിടക്കും. അപ്പോൾ രണ്ടാമത്തെ ഹാങ്ങിങ് ഒരു ഓപ്ഷനാണ് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷനാണ്. അത് ചില ഫോൺ ഓൾറെഡി ഉണ്ടാവും, ചില ഫോൺ ഓൾറെഡി ഉണ്ടാവില്ല. ഉണ്ടാക്കണം നിങ്ങൾ ജസ്റ്റ് ഞാൻ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താത്തോട്ടും സ്ക്രോൾ ചെയ്യുക. ഇതൊന്ന് ഓപ്പൺ ആയ ശേഷം ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ താത്തോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അബൌട്ടോ അല്ലെങ്കിൽ അബൌട്ട് ഫോണോ എന്തെങ്കിലും കാണും. നിങ്ങൾ അവിടെ അബൌട്ട് ദിസ് ഫോണൊക്കെ അങ്ങനെയൊക്കെ കാണാം. അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷനോ അല്ലെങ്കിൽ വേർഷനൊക്കെ കാണാം. നിങ്ങൾക്ക് അതൊരു 6-7 വേർഷൻ വെക്കുക. അത് നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബിൽഡ് നമ്പറിനകത്ത് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 6 വർഷത്തെ 7 വർഷത്തെ വെക്കുക. എനിക്കിത് ഞെക്കിയപ്പോഴാണ് എനിക്ക് ഡെവലപ്പർ ഓപ്ഷൻ കിട്ടിയത്. അപ്പോൾ ചിലർ ഫോണിൽ ബിൽഡിംഗ് ഓപ്ഷൻ ഞെക്കിയാലാണ് വർക്കാവുക, ചിലർ ഫോണിൽ വേർഷൻ ഞെക്കിയാലാണ് ഡെവലപ്പർ ഓപ്ഷൻ വരിക. അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ അവിടെ സൈഡിൽ താഴെ എത്തി കിട്ടും. ചിലവരാണ് അഡീഷണൽ സെറ്റിങ്സ് അത് നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ഡെവലപ്പർ ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം നിങ്ങൾ താത്തോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിലിനകത്ത് നിങ്ങൾക്ക് കാണാം. അവിടെ 3 ഉണ്ട്. അത് നിങ്ങൾ ഇത് ജസ്റ്റ് ഓഫ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ അനിമേഷൻ സ്കെയിൽ 1:2 സെലക്ട് ആയിട്ടുണ്ടാവും ഓൾറെഡി. അത് നിങ്ങൾ ജയം പോക്കിയിട്ട് ഓഫാക്കുക. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററിക്കും സേവിങ്സ് കൂടുതലുണ്ട്. അതേപോലെ ഹാങ് ആവാനും കുറയും, ഹാങ് ആവുന്നതും കുറയും. പിന്നെ അതേപോലെ ഇത് 3 ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴത്തോട്ട് ജസ്റ്റ് പോവുക. അതിനുശേഷം ഫോസ്റ്റ് MSAA enable MSA in Opel GLES 2.0 ആപ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഞെക്കി ഇങ്ങനെ മറ്റേതുപോലെ ആനിമേഷൻസ് ഒക്കെ കുറഞ്ഞ് നന്നായി കിട്ടും. നമുക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. മറ്റേ സാധാരണ ആകുമ്പോൾ അങ്ങനെ ആനിമേഷൻസ് ഒക്കെ കാണിച്ചതിന് ശേഷമൊക്കെ പതിയെ ഓൺ ആവുള്ളൂ. അപ്പം ഇത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടും. അതാണ് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഓഫായിരിക്കും. അതൊന്ന് ഓണാക്കുക. പിന്നെ ഡോണ്ട് കീപ് ആക്ടിവിറ്റി, ഡിസ്ട്രോയ് എവറി ആക്ടിവിറ്റി ആസ് സൂൺ ആസ് ഇത് നിങ്ങൾ ഓണാക്കുക.
ഇതിപ്പം യൂസർ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് എടുത്ത് അതിൻ്റെ നമ്മൾ സ്റ്റോറി ഉണ്ടാക്കി. അതിനുശേഷം നിങ്ങൾ നേരെ വാട്സപ്പിലേക്ക് പോയ ശേഷം ഒരാളോട് ഹായ് ഒക്കെ പറഞ്ഞ ശേഷം തിരിച്ച് ഫേസ്ബുക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് ആദ്യമേ പോവും. അപ്പോൾ ഫസ്റ്റ് തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എടുത്ത വരെ സ്റ്റാർട്ട് ചെയ്യില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാക്കിയാൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഇത്രയും. അടുത്ത ഹാങ്ങിങ് പോകാനുള്ള ട്രിക്ക് എന്നാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങൾ ഫോണിലുള്ള പ്ലേ സ്റ്റോറിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്കിതാ ഇവിടെ 3 കുത്ത് കാണാം. നിങ്ങൾക്ക് 3 അവിടെയായിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്പിനകത്ത് നിങ്ങൾക്ക് കാണാം. ഇതിനപ്പോൾ ഓഫ് ചെയ്ത് വെച്ചാണ്. നിങ്ങളെല്ലാവരും ഫോണിലിതാ ഓവർ എനി നെറ്റ്വർക്കോ അല്ല ഓവർ വൈഫൈ ഓൺലൈനിലൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളിത് ഓണാക്കിയിടുമ്പോൾ നമുക്കെന്നാൽ പുതിയ അപ്ഡേറ്റ് തന്നെ ഡൗൺലോഡ് ആവും. അതേപോലെ ആ മെമ്മറി നിറയാനും സാധ്യതയുണ്ട്. അതേപോലെ നെറ്റ് കൂടുതൽ എടുക്കാനും സാധ്യതയുണ്ട്. ബാറ്ററിക്കും കേടാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് അവിടേക്ക് ആ പച്ച സാധനമാക്കുക, എന്നിട്ട് ഡൺ വെക്കുക. അപ്പം ഇത് മിക്കവാറും കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതാ ഓട്ടോ പ്ലേ വീഡിയോ അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോ തന്നെ പ്ലേ ചെയ്യുക വീഡിയോ. നമുക്ക് വേണമെന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാനാണ് ആ വീഡിയോ. അതപ്പോൾ ഡോണ്ട് പ്ലേ വീഡിയോ നോക്കിയ ശേഷം ഓട്ടോ പ്ലേ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഡൺ വെക്കുക. പിന്നെ തീം നിങ്ങൾക്ക് കാണാം. ഇതവിടെ സെറ്റ് ബൈ ബാറ്ററി സേവർ. നിങ്ങൾക്ക് ചിലപ്പോൾ ലൈറ്റിനൊക്കെ ആയിരിക്കും കാണുന്നത്. ലൈറ്റ് അത് നിങ്ങൾ ജസ്റ്റ് സെറ്റ് ബൈ ബാറ്ററി സേവ്. അപ്പോൾ നിങ്ങൾക്ക് ചാർജിൽ കൂടുതൽ സേവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരിക്കലും സ്റ്റക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലുള്ള ബെൽ ബട്ടൺ ഞെക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.